ഒന്ന് ബാക്കിലോട്ട് എടുക്കണം. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കാണാം സർ. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു രണ്ട്, അതായത് ഓൺലൈനിലൊന്നും ഓഫ്ലൈനിലൊന്നും എടുക്കേണ്ട സാഹചര്യം ഉള്ളത്. അപ്പോൾ നമുക്ക് എടുത്തു തുടങ്ങാം. 7ാമത്തെ ചാപ്റ്റർ, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. കേട്ടോ? ഇന്ത്യ ആഫ്റ്റർ. എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. India after independence. The wheels of fails will someday compel the English to give up their Indian empire. But what kind of India will they behind when they stream of their centuries of all administration run dry at last? What a waste of mud and filth will they leave behind them. Rabindranath Tagore. These are observations made by the Rabindranath Tagore in 1941. What did he indicate by these lines? The British would have to put an end to their rule in India. They would leave behind a miserable country. We have already discussed how century old British rule shattered India socially, cultural and economically. അതായത് നമ്മൾ ഇനി നോക്കാൻ പോകുന്ന പാഠഭാഗം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന പാഠഭാഗമാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന പാഠമാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അതായത് വിധിയുടെ ചക്രങ്ങൾ, ആ വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിക്കും. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാണ് അവരിവിടെ ഉപേക്ഷിച്ചു പോവുക, ഏത് രൂപത്തിലുള്ള ഇന്ത്യയാണ് അവരിവിടെ ഉപേക്ഷിച്ചു പോവുക എന്ന് നമുക്കറിയില്ല. മനസ്സിലായോ? അവര് നൂറ്റാണ്ടുകളായി ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഭരണം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ അത് ആ ഒരു അരുവിയായിട്ടാണ് ടാഗോർ അതിനെ കാണുന്നത്. ആ അരുവി വറ്റി വരണ്ടു പോകും എന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലായോ? അവര്
വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരമായിരിക്കും. ചെളിയും അഴുക്കും നിറഞ്ഞ ഒരു കൂനെ ഉപേക്ഷിച്ചായിരിക്കും അവർ പോകുന്നത്. കാരണം അവരാണ് ഈ ചെളിയും അഴുക്കും ഇവിടെ കൊണ്ട് നിറച്ചത്. മനസ്സിലായോ? ഇത് പറഞ്ഞത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ആ, രവീന്ദ്രനാഥ ടാഗോർ. മലയാളം മീഡിയക്കാരുണ്ടോ അതിനകത്ത്? മലയാളം മീഡിയക്കാരുണ്ടോ? മലയാളം മീഡിയംകാരുണ്ടോന്ന്? നോക്കുക. അപ്പോൾ ആ ചെളിയും കൂമ്പാരവും നിറഞ്ഞ ഇന്ത്യയായിരിക്കും ആര് ഉപേക്ഷിച്ചിട്ട് പോകുന്നത്? ബ്രിട്ടീഷുകാര് ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ആ ഡിസ്ക്രിപ്ഷൻ 1941 രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. അപ്പോൾ അദ്ദേഹം ഇതിലൂടെ പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും നമുക്ക് നോക്കാം. അതായത് അദ്ദേഹം പറയുന്നത്, എന്നായാലും ഒരു നാൾ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയുടെ ഭരണം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അത് ഇന്നല്ലെങ്കിൽ നാളെ. അപ്പോൾ അവര് ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അവരുപേക്ഷിച്ച് പോകുന്നത് ദുരിതപൂർണമായ ഇന്ത്യയാണ് അവരുപേക്ഷിച്ചിട്ട് പോകുന്നത്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ചിത്രവും അവര് നൽകിയിട്ടുണ്ട്. മനസ്സിലായോ? മനസ്സിലായി സർ. ഈ ഒരു കോള് വന്നതാണ്. ഓക്കെ. അപ്പോഴ് രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്കുകളാണ് നമ്മളിവിടെ കേട്ടത്. അപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് ബ്രിട്ടീഷുകാർ ഭരിച്ച് നമ്മളുടെ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക നിലയെയും നമ്മളുടെ സാമൂഹിക വ്യവസ്ഥിതിയെയും എല്ലാം തന്നെ അവർ ഉടച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. നമ്മുടെ സാമൂഹിക രംഗവും സാമ്പത്തിക രംഗവും എല്ലാം തന്നെ നമുക്ക് നഷ്ടമായി. മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ. സ്വതന്ത്ര ഇന്ത്യ അങ്ങനെ തകർന്നടിഞ്ഞു പോയ ആ ഒരു അവസ്ഥയിൽ നിന്നും പുത്തനൊരു ഇന്ത്യയെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഗവൺമെന്റിലെ ഭരണകൂടത്തിലൊക്കെ ഏറ്റെടുക്കേണ്ടി വന്ന വലിയൊരു വെല്ലുവിളി. മനസ്സിലായോ? മനസ്സിലായല്ലോ? The flow of refugees was the major challenge that the post-independent India had to face. The pictures given below. The pictures given below. അവിടെ പിക്ചർ കൊടുത്തേക്കുന്നുണ്ടോ? കണ്ടു. The refugees traveling with their family and belonging, seeking shelter
This was a common sight in India during the time of partition. During that time, there was an influx of refugees from മലയാളം എഴുതിയ ആരാണ് ഇപ്പൊ ജോയിൻ ചെയ്തത്? ആരാണ് ഇപ്പൊ ജോയിൻ ചെയ്തത്? മലയാളം മീഡിയംകാര് ഇപ്പൊ ആരാണ് ജോയിൻ ചെയ്തത്? സമയം കളയല്ലേ, പറയും പേര് പറയൂടെ മോളെ. ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടില്ലായിരുന്നു. ആര് പറഞ്ഞിട്ടിട്ടില്ലെന്ന്? ആരാ പറഞ്ഞ ഇട്ടിട്ടില്ലായിരുന്നെന്ന്? കണ്ടില്ല. ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടിട്ടില്ലായിരുന്നു വളരെ? സാറേ ഇട്ടിട്ടില്ലായിരുന്നു. ഇട്ടിട്ടില്ലായിരുന്നു? ഇല്ല, ലിങ്ക് അയച്ചു തന്നെ. ലിങ്ക് ഇട്ടായിരുന്നു, എന്നെ പോയില്ലെന്ന് തോന്നുന്നു കേട്ടോ, സോറി. ഞാൻ ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടോ ഇനി? ഉണ്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ ലിങ്ക് ഇട്ട് തരാവേ. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഇപ്പൊ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതെ, മുമ്പ് എന്തോ പോകാഞ്ഞതാണ്. ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഉണ്ടല്ലോ? ഓക്കെ, അവിടെ സോ നമുക്ക് നിരവധി പ്രശ്നങ്ങളെയാണ് ആ ഒരു കാലഘട്ടത്തിൽ നേരിടേണ്ടതായിട്ട് വന്നത്. മനസ്സിലായോ? ഇന്ത്യ ടു പാകിസ്ഥാൻ and vice versa. Along with this, communal rights broke out in various places. Calcutta, Bihar, Navakali, Delhi, Punjab and Kashmir. Witness bloody riots thousands of people were killed and women were attacked as a result. Different section of people lost all their belonging and became refugees. Around the 10 million people travel as refugees on foot,
ട്രെയിൻ ആൻഡ് ബുള്ളക്ക് കാക്ക്. അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, ഒരുപാട് പ്രശ്നങ്ങളെയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അനുഭവിക്കേണ്ടതായിട്ട് വന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ സധൈര്യം നേരിട്ടുകൊണ്ട് ആ വെല്ലുവിളികളെ ഒക്കെ തന്നെ നേരിട്ടുകൊണ്ട് നമ്മളുടെ രാജ്യം നടത്തിയ പുരോഗതിയാണ് നമ്മൾ ഈ അധ്യായത്തിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അനുഭവിക്കേണ്ടി വന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിഭജനവും അതേപോലെ തന്നെ അഭയാർത്ഥികളുടെ പ്രവാഹവുമായിരുന്നു. ഇന്ത്യ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. ഏതൊക്കെ രാജ്യങ്ങളായിട്ടാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത്? ഏതൊക്കെ രാജ്യങ്ങളായിട്ടാണ്? ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ അല്ലേ? മറ്റൊരു വലിയ പ്രശ്നമായിരുന്നു മൈഗ്രേഷൻ അല്ലേ? കുടിയേറ്റം, അല്ലെങ്കിൽ ഈ എന്താ പറയാ, ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന അഭയാർത്ഥി പ്രവാഹവും വലിയൊരു പ്രശ്നമായിരുന്നു അല്ലേ? ഒരു പ്രദേശത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകളായിരിക്കും അവിടെ എത്തുക അല്ലേ? അത് വലിയൊരു പ്രശ്നമായിട്ട് അവശേഷിക്കുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ. അവിടെ റെഫ്യൂജീസിന്റെ ഒരു പിക്ചർ കൊടുത്തേക്കുന്നുണ്ട്, അഭയാർത്ഥി പ്രവാഹത്തിന്റെ ഒരു പിക്ചർ കൊടുത്തേക്കുന്നുണ്ട്, ഒരു പടം കണ്ടോ? കണ്ടു. ഈ മറ്റേ പശുക്കളെയൊക്കെ കാണാം അവിടെ, കണ്ടോ? അപ്പൊ മുകളിൽ കൊടുത്തിട്ടുള്ള ആ പിക്ചർ നോക്കുമ്പോൾ കുടുംബാംഗങ്ങളോടും അതുപോലെ വസ്തുവകകളോടും ഇവയോടൊപ്പം റെഫ്യൂജീസ് ആയിട്ട് അല്ലെ അഭയാർത്ഥികളായിട്ട് യാത്ര ചെയ്യുന്ന ജനങ്ങളുടെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. വിഭജനം നടന്ന സമയത്ത് ഇന്ത്യയിൽ കാണാൻ കഴിയുന്ന സാധാരണ ഒരു കാഴ്ചയായിരുന്നു ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സിലായോ? അതായത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും. കാരണം എന്താണ് ഇത്തരത്തിൽ സംഭവിച്ചത്? രണ്ട് രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു അല്ലെ? മുസ്ലിം ഭൂരിപക്ഷം ഒരു പ്രദേശം ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു രാജ്യം കൂടി രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിൽ നടന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹം ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? നമ്മുടെ മുൻ പ്രധാനമന്ത്രി A.B. വാജ്പേയി ഇല്ലേ? അറിയത്തില്ല നിങ്ങൾക്ക്? നമ്മുടെ മുൻ പ്രധാനമന്ത്രി A.B. വാജ്പേയി അല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേടാ പിള്ളേരെ? കേൾക്കാം സാർ. A.B. വാജ്പേയി ഉണ്ടല്ലോ, അദ്ദേഹം പാകിസ്ഥാനി ആയിരുന്നു കേട്ടോ. പാകിസ്ഥാനിൽ ജനിച്ച ആളാണ്, പക്ഷെങ്കിൽ അന്ന് ഇന്ത്യ പാകിസ്ഥാൻ ഒന്നായിരുന്നു. അപ്പോൾ ഈ റെഫ്യൂജീസ് മാത്രമല്ല,
കമ്മ്യൂണൽ അവാസും അല്ലെങ്കിൽ വർഗീയ കലാപങ്ങളും നടന്നിട്ടുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട്. അവയിൽ ചില സ്ഥലങ്ങൾ ഇതിൽ പറയുന്നുണ്ട്: കൽക്കട്ട, ബീഹാർ, നവഖാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ. എവിടെയൊക്കെയാണ് കമ്മ്യൂണൽ റൈറ്റ്സ് നടന്നത്? എവിടെയൊക്കെയാണ്? എവിടെയൊക്കെയാണ് നടന്നത്? കൽക്കട്ട, ബീഹാർ, നവഗാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ. കൽക്കട്ട, ബീഹാർ, നവഖാലി, ദില്ലി, കാശ്മീർ, പഞ്ചാബ് എന്നിവിടങ്ങളിലൊക്കെ കമ്മ്യൂണൽ റൈറ്റ്സ് നടന്നു. ഇവിടെ കമ്മ്യൂണൽ റൈറ്റ്സ് നടന്നപ്പോൾ എങ്ങനെയായിരുന്നു കലാപം? ചുമ്മാതെ ഒരാൾ പോടാ, അങ്ങോട്ട് പോടാ, ഇങ്ങോട്ട് പോടാ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആണോ? ആയുധം കൊണ്ടുള്ള കളിയായിരുന്നു. രക്തരൂക്ഷിതമായിട്ടുള്ള കലാപമായിരുന്നു. കുറച്ചുകൂടെ സാഹിത്യവൽക്കരിച്ച് പറഞ്ഞാൽ അങ്ങനെയാണ് അതിനെ പറയേണ്ടത്. രക്തരൂക്ഷിതമായിട്ടുള്ള കലാപം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. മനസ്സിലായോ? രക്തരൂക്ഷിതമായ കലാപം എന്ന് നമുക്കതിനെ പറയാം. ഓക്കെ. മനസ്സിലായില്ലോ ഇത്രയും ഭാഗം? അപ്പോഴ് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു, സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു. കേട്ടോ? അപ്പോൾ ഇതിന്റെ ഈ കമ്മ്യൂണൽ റൈറ്റ്സിന്റെ ഫലമായിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ട് പലായനം ചെയ്യുന്ന ആളുകളാണ് നമ്മൾ നേരത്തെ കണ്ട ചിത്രത്തിലെ അഭയാർത്ഥികൾ. ഇവരാണ് അഭയാർത്ഥികളായിട്ട് മാറിയത്. ഏതാണ്ട് 10 ദശലക്ഷം ആളുകളാണ് കാൽനടയായും അതേപോലെ തന്നെ കാളവണ്ടിയിലും അതേപോലെ തന്നെ ട്രെയിനിലും ഒക്കെ തന്നെ അഭയാർത്ഥികളായിട്ട് മാറിയത്. മനസ്സിലായോ? അപ്പോൾ അഭയാർത്ഥി പ്രശ്നം എങ്ങനെയാണ് പരിഹരിച്ചത്? സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റിന്റെ ഫലപ്രദമായിട്ടുള്ള ഇടപെടലും അതേപോലെ തന്നെ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ പുനരധിവാസം അതിലൂടെയും ഇതിലൊക്കെ കൂടി അഭയാർത്ഥി പ്രശ്നം അല്ലെങ്കിൽ റെഫ്യൂജീസിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഗവൺമെന്റിന് കഴിഞ്ഞു. മനസ്സിലായോ ഇത്ര ഭാഗം? The rehabilitation effect and affirmative action of the government solved the problems. For the further reading, the light has പിള്ളേരെ മ്യൂട്ട് ചെയ്തേ. Our lives
there is darkness. Their darkness, these are words of Nehru. When Gandhiji was assassinated, Gandhiji, who led the non-violent movement to free India from the British rule, was shot dead. The Nathuram Vinayak Godse, when he was heading for a prayer meeting on 30th January 1948, ആ ഡേറ്റും വർഷവും മാസവും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. January 30th 1948, അതായത് 1948 ജനുവരി 30-നാണ് ഗാന്ധിജി നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ആളുടെ വെടിയേറ്റ് രക്തസാക്ഷിത്വം വഹിച്ചത്. മനസ്സിലായോ? Assassination of Gandhiji, the repercussion of communal rights which broke out after the partition of India. അതായത് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു. നമ്മളുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്, കൂരിരുട്ട്. ഈ വാക്കുകൾ നെഹ്റു പറഞ്ഞതാണ്. എന്തിനെ കുറിച്ചാണ് നെഹ്റു പറഞ്ഞത്? ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. ഗാന്ധിജിയാണ് ഇന്ത്യയെ ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് അഹിംസാത്മക സമരം രൂപപ്പെടുത്തിയെടുത്തത്. ഗാന്ധിജി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടി അഘോരം പ്രവർത്തിക്കുകയും അത് നേടിയെടുത്ത ശേഷം ഏതാണ്ട് 3-4 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ആളുടെ വെടിയേറ്റ് മരണപ്പെടുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 1948 ജനുവരി 30-ന് നടന്ന ഒരു പ്രാർത്ഥനാ യോഗത്തിൽ വെച്ച് അദ്ദേഹം വെടിയേറ്റ് മരിച്ചു. ആരുടെ വെടിയേറ്റാണ്? ആരുടെ വെടിയേറ്റ ഗാന്ധിജി മരണപ്പെട്ടത്? ഗോഡ്സെയുടെ. നാഥുറാം വിനായക് ഗോഡ്സെയുടെ
വെടിയേറ്റ് അദ്ദേഹം മരണപ്പെടുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു. ശരിക്കും ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിഭജനത്തെ തുടർന്നുണ്ടായ കമ്മ്യൂണൽ റൈറ്റ്സിന്റെ ഫലം അല്ലെങ്കിൽ വർഗീയ ലഹളയുടെ ഫലമായിട്ട് സംഭവിച്ചതാണ്. മനസ്സിലായോ? സമയത്തിടെ മോനെ 8:54. ഓക്കെ, നോക്കുക. അടുത്ത ഹെഡിങ് നോക്കൂ. Integration of princely state. There were around 600 princely states in pre-independent India. In addition to territories directly ruled by the British, Britain gave the princely state option to join either India or Pakistan, or to be independent. Integration is this princely state into the Indian Union was another challenge before. The another challenge before the new nation. The integration was really a Herculean task. Sardar Vallabhbhai Patel was the Union Minister entrusted this mission. He appointed V.P. Menon, a Keralite art secretary of Department of State. Patel and V.P. Menon prepared an instrumental of accession which stipulated that the princely state had to transfer their control over the defense, external affairs, and information and communication to the government of India. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് മുമ്പ് അവർ ഇന്ത്യയിൽ നേരിട്ട് ഭരണം നടത്തിയിരുന്ന ഏതാണ്ട് 600ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അവയ്ക്ക് പുറമെ
ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള 600ഓളം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിലോ പാകിസ്ഥാൻ യൂണിയനിലോ ചേരാനുള്ള അധികാരം കൊടുത്തു. അപ്പോൾ ഇങ്ങനെ അധികാരം കൊടുത്തു. അതിനുശേഷം അവർക്ക് വേണേ ഈ 2 യൂണിയനിൽ ചേരാതെ സ്വതന്ത്രമായിട്ട് നിൽക്കാമെന്ന ഒരു കാര്യം കൂടെ അവര് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന വലിയൊരു പ്രശ്നമായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനം അഥവാ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്, അതായത് നാട്ടുരാജ്യങ്ങളുടെ ഒരു സംയോജനം. ഇത് വളരെ പ്രയാസമുള്ള അല്ലെങ്കിൽ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനായിരുന്നു അതിന്റെ ചുമതല കേന്ദ്ര ഗവൺമെന്റില്. മനസ്സിലായോ? സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ട് ആരെയാണ് തിരഞ്ഞെടുത്തത്? ആരെയാണ്? വി പി മേനോൻ അല്ലേ? ആ വിഭാഗത്തിന്റെ മന്ത്രി ആരായിരുന്നു? സംസ്ഥാന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മന്ത്രി ആരായിരുന്നു? സർദാർ കൃഷ്ണകുറുപ്പാണോ? ആണോ? സർദാർ കൃഷ്ണകുറുപ്പാണോ? സർദാർ വല്ലഭായ് പട്ടേൽ അല്ലേ? ഈ പട്ടേലും വി പി മേനോനും ചേർന്ന ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ അഥവാ ഒരു ലയന കരാറ് തയ്യാറാക്കി. അപ്പോൾ ഇത് അനുസരിച്ചിട്ട് നമ്മുടെ അവിടേക്ക് വരാം. The government and the popular protest majority of the princely state signed the instrument of accession and joined the Indian Union. But some states such as Hyderabad, കാശ്മീർ ആൻഡ് ജുനഗഡ്, ഈ 3 പേര് നിങ്ങൾ ഓർത്തിരിക്കണം. Presented finally, they were also integrated into the Indian Union through conciliation, took on the military intervention. After independent France and Portugal
continued their control over some places in India. ഈ ലൈനക്കരാർ അനുസരിച്ച് അവരുടെ കൈവശമുള്ള ഇതെല്ലാം കേന്ദ്ര സർക്കാരിന് കൈമാറണം. ജനകീയ പ്രതിഷേധങ്ങളും അതേപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രായോഗിക സമീപനങ്ങളൊക്കെ തന്നെ ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തു? ഈ ലയനക്കരാറിൽ സ്വമേധയ ഒപ്പുവെച്ചു. പക്ഷേ അങ്ങനെ ഒപ്പുവെച്ചവരെവിടെ ചേർന്നു? ഇന്ത്യൻ യൂണിയനില് ചേർന്നു. എന്നാല് ഹൈദരാബാദ്, കാശ്മീര്, ജുനഗഡ് എന്നീ നാട്ടുരാജ്യങ്ങള് ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിട്ട് വിസമ്മതിച്ചു. പിന്നീട് എന്ത് ചെയ്തു? അനുരഞ്ജനവും സൈനിക നടപടികളിലൊക്കെ കൂടി ഇവയെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിച്ചു, അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തു. മനസ്സിലായത് എത്ര ഭാഗം? മനസ്സിലായി സാർ. ഓക്കെ, സമയത്രയുടെ മോനെ? 9:05. 9:05. ഓക്കെ, സോ തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. സോ അപ്പോൾ ഇനി മുതൽ നമ്മൾ ഈ ഒരു മെത്തേഡിലായിരിക്കും ക്ലാസ് പോകുന്നത്. ഗൂഗിൾ മീറ്റിൽ തന്നെ എല്ലാവരും കയറണം. മലയാളം മീഡിയംകാർക്കുള്ള ലിങ്ക് ഞാൻ തന്നോളാം. ഞാൻ ഇന്ന് സെൻഡ് ചെയ്തതാണ്, പക്ഷേ അതിനെന്തോ സെൻഡ് ചെയ്ത വഴിക്ക് എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് കിട്ടിയില്ല. നിങ്ങൾക്ക് കിട്ടാതെ പോയി, സോറി. അപ്പോൾ ഞാൻ അറ്റൻഡൻസ് വിളിക്കുന്നവര് ലെഫ്റ്റ് ചെയ്ത് പൊയ്ക്കൊള്ളണം. മനസ്സിലായോ? അറ്റൻഡൻസ് വിളിക്കുന്നവര് ലെഫ്റ്റ് ചെയ്ത് പൊയ്ക്കൊള്ളണം കേട്ടോ. കേട്ടോ? ഓക്കെ സർ. ഞാൻ പേര് വിളിക്കാൻ പോവാണ് കേട്ടോ. ആ പേര് വിളിക്കുന്നവര് ലെഫ്റ്റ് ചെയ്ത് പൊക്കോണം. ഏബൽ പി സജി, പ്രസന്റ് സാർ. അബിയ കെ മാമൻ, Present, sir. ആദർശ്, ആദിത്യ, Present, sir. അലീഷ ഇബ്രഹാം, സോറി അജീഷ, ലെഫ്റ്റ് ചെയ്ത് മോളെ. അജ്മൽ, ലെഫ്റ്റ് ചെയ്തോ. ആകാശ് ബി, ആകാശ് കുമാറേ, ലെഫ്റ്റ് ചെയ്ത മോനെ. അഖിൽ അനിൽ, അക്ഷിത, Present, sir.
ഓക്കെ, ലെഫ്റ്റ് ചെയ്ത്. അലീന. Present, sir. ആ, അലൻ കെ ഡാനിയൽ. Present, sir. അമൃത. അമൃത. അനന്തു. അനിഷ പി. അനീറ്റ. Present, sir. ലെഫ്റ്റ് ചെയ്ത് മോളെ. അനില മോഹനൻ. Under, sir. ലെഫ്റ്റ് ചെയ്ത് മോളെ. അൻസില എസ്. Present, sir. അൻസിഫ്. Present, sir. ലെഫ്റ്റ് ചെയ്തോളെ മോനെ. അനു മേരി. Present, sir. ആ, ലെഫ്റ്റ് ചെയ്തോ. ആർദ്ര രാജീവ്. Present, sir. ആ. ആഷ്ലി ഷിബു. Present, sir. ആഷ്മി. Present, sir. ലെഫ്റ്റ് ചെയ്തു. അസ്ലാം. Present, sir. ലെഫ്റ്റ് ചെയ്തു മോനെ. അയന വിനോദ്. Present, sir. ദേവദത്തൻ ഡി എം. ലെഫ്റ്റ് ചെയ്തു മോനെ. ദേവിക. Present, sir. ദിൽജിത്ത്. Present, sir. ഹന്ന. Present, sir. ഹരികൃഷ്ണൻ. ജെറിൻ. Present, sir. ജെറിൻ എയർ. Present, sir. ചെറുഷ ജേക്കബ്. ജ്യോതിക ജയൻ. Present, sir. ലെഫ്റ്റ് ചെയ്തു, ലെഫ്റ്റ് ചെയ്തു. കെസിയ റൈച്ചൽ റജി. Present, sir. ലെഫ്റ്റ് ചെയ്തു. ലിറ്റോ കെ. മേഘ രാജേന്ദ്രൻ. Present, sir. മെൽവിൻ. Present, sir. മറിൻ ജോൺ. Present, sir. മിഥുനം. ലെഫ്റ്റ് ചെയ്ത. മിഥുനം. മുഹസിന. Present, sir. ലെഫ്റ്റ് ചെയ്ത നമ്മളെ. നന്ദന. Present, sir. നിന്നെ കാണാനേ ഇല്ലല്ലോടി നന്ദനെ. ഉണ്ടായിരുന്നു. ആ, ലെഫ്റ്റ് ചെയ്ത. പ്രസാദ്. ഓ സോറി, പ്രജിത്ത്. ആ, ലെഫ്റ്റ് ചെയ്ത മോനെ. പ്രിയ പി പ്രസാദ്. ഉണ്ട്, sir. ലെഫ്റ്റ് ചെയ്ത മോളെ. രഞ്ജിനി. മിഥുൻ. നമ്മുടെ കൊറേ അണ്ണന്മാര്. ആ, ലെഫ്റ്റ് ചെയ്യടാ മോൻ, ലെഫ്റ്റ്. ലിറ്റോ. അവനൊന്ന് ഉറങ്ങുവാന്ന് തോന്നുന്നു. ലിറ്റോ മോൻ.